നമസ്കാരം. മാസപ്പടി വാങ്ങി കീശ നിറയ്ക്കുന്നവർ, അതും കേരളത്തിന്റെ പ്രിയപ്പെട്ട മുഖ്യനും മകളും ഇപ്പോൾ തൃശങ്കുവിൽ നിൽക്കുന്ന ചങ്ക് തകരുന്ന ചില നിമിഷങ്ങൾ, കാഴ്ചകളാണ് കേരളം എന്ന് സാക്ഷ്യം വഹിക്കുന്നത്. വളരെ വിശ്വാസപൂർവ്വം തങ്ങൾ ഏൽപ്പിച്ച ഭരണം അത് തട്ടിപ്പുകാരുടെ കയ്യിലായിപ്പോയല്ലോ എന്നാണ് ഇപ്പോൾ മലയാളികൾ ഒന്നുറങ്ങാൻ തന്നെ വിശ്വസിക്കുന്നത്. കേരളത്തെ നാണം കെടുത്തിയ CMRL എക്സാലോജിക് ഇടപാടിലെ SFIO അന്വേഷണം അത് തടയണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജി ഇന്ന് ഡൽഹി ഹൈക്കോടതി പരിഗണിക്കുകയാണ്. ഈ നിമിഷത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെയും അതോടൊപ്പം തന്നെ മകൾ വീണ വിജയനെയും സംബന്ധിച്ച് ഇന്ന് ഏറെ നിർണായക ദിനമാണ്. CMRL നൽകിയ ഹർജിയിൽ ഹൈക്കോടതി ഇന്ന് വിശദമായിട്ടുള്ള വാദം കേൾക്കും. ഈ കേസ് അങ്ങനെ വെറുതെ വിട്ടാൽ പറ്റില്ല എന്നൊരു ചിന്ത ഒരുപക്ഷെ കോടതിക്കും ഇപ്പോൾ തോന്നിക്കാണും. ജസ്റ്റിസ് ചന്ദ്രധാരി സിംഗ് അധ്യക്ഷനായിട്ടുള്ള സിംഗിൾ ബെഞ്ച് ഇന്ന് ഉച്ച കഴിഞ്ഞ് ഏകദേശം 3:30 ഹർജിയിൽ വാദം കേൾക്കുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വന്നത്. തട്ടിപ്പ് നടത്തിയവരെ സംബന്ധിച്ച് അവർക്ക് അന്വേഷണ സംഘത്തിന്റെ നീക്കങ്ങൾ എല്ലാ കാലവും ഒരു തെറ്റായ രീതിയിൽ മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. അത് മറ്റൊന്നും കൊണ്ടല്ല, അന്വേഷണ സംഘത്തെ ഭയന്നുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ CMRL എക്സാലോജിക് ഇടപാടിലെ SFIO അന്വേഷണം അത് ചട്ടവിരുദ്ധമെന്നാണ് CMRL കമ്പനി ഇപ്പോൾ വാദിക്കുന്നത്. ആദായ നികുതി ഇൻട്രം സെറ്റിൽമെന്റ് ബോർഡ് തീർപ്പാക്കിയ ഒരു കേസിലെ അന്വേഷണം നിയമവിരുദ്ധമാണെന്നും രഹസ്യമായി നടക്കുന്ന സെറ്റിൽമെന്റ് അത് പരസ്യമാക്കാനായിട്ട് പാടില്ല എന്നുമാണ് CMRL വാദിക്കുന്നത്. അതായത് ഒരു അന്വേഷണ ഏജൻസിക്ക് തെറ്റ് കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ മറ്റൊരാളെ ഏൽപ്പിക്കുന്നത് അത് ശരിയല്ല എന്നുള്ള ഒരു തട്ടിക്കൂട്ട് വാദമാണ്, ഉരുണ്ടുകളിയാണ് ഇവിടെ ഇപ്പോൾ ഉന്നയിക്കുന്നത്. മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് ഷോൺ ജോർജിന്റെ പരാതിയിലാണ് കമ്പനി രജിസ്ട്രാർ അന്വേഷണം ആരംഭിക്കുന്നത്. സെറ്റിൽമെന്റ് കമ്മീഷൻ ചട്ടപ്രകാരം നടപടികൾ രഹസ്യ സ്വഭാവത്തിലായിരിക്കണം എന്നുണ്ട്. പക്ഷേ രഹസ്യരേഖകൾ പരാതിക്കാരനായിട്ടുള്ള ഷോൺ ജോർജിനെ എങ്ങനെ ലഭിച്ചുവെന്നാണ് CMRL ഉന്നയിക്കുന്ന വാദങ്ങൾ. അങ്ങനെ ആർക്കും ഒരു കോപ്പിയും അല്ലെങ്കിൽ അതിൻ്റെ രേഖകളൊന്നും തന്നെ കിട്ടിയില്ലെങ്കിൽ രക്ഷപ്പെടാമെന്ന് കരുതിയിരുന്നവരുമുണ്ട്. കേസുമായി ബന്ധമില്ലാത്ത മൂന്നാം കക്ഷിയാണ് ഷോൺ ജോർജ് എന്നാണ് CMRL ഇവിടെ വാദിക്കുന്നത്. കേസിലെ അന്വേഷണം പൂർത്തിയാക്കിയെന്നും 2 ആഴ്ചയ്ക്കകം റിപ്പോർട്ട് നൽകുമെന്നുമാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് SFIO നൽകിയ മറുപടി സത്യവാങ്മൂലത്തിൽ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന്റെ അനുമതിക്ക് വിധേയമായി പ്രോസിക്യൂഷൻ നടപടികൾ അങ്ങനെ ആരംഭിക്കും. അന്വേഷണം പൂർത്തിയാക്കിയ ശേഷം മാത്രമേ പ്രോസിക്യൂഷൻ ആവശ്യമാണോ എന്നതിൽ തീരുമാനമെടുക്കാനാവൂ എന്നാണ് SFIO ഏജൻസി ഡൽഹി ഹൈക്കോടതിയെ അറിയിച്ചിരിക്കുന്നത്. CMRL എക്സാലോജിക് ഇടപാട് കേസിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ മൊഴി SFIO നേരത്തെ തന്നെ രേഖപ്പെടുത്തിയതാണ്. മാസപ്പടി കേസിൽ SFIO അന്വേഷണം ചട്ടവിരുദ്ധമെന്ന് പറഞ്ഞുകൊണ്ടാണ് CMRL ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. അതായത് ഒരാൾ വെറുതെ ഇരുന്നു കൊണ്ട് സർക്കാരിൻ്റെ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ മകൾ എന്നുള്ള ആ ഒരു ക്രെഡിറ്റ് വെച്ചുകൊണ്ട് ആ രീതിയിൽ ഒരു തട്ടിക്കൂട്ട് കമ്പനി ഉണ്ടാക്കി അതിൻ്റെ പേരിൽ നോട്ടുകെട്ടുകൾ മാസപ്പടിയായിട്ട് വാങ്ങുന്നു എന്നുള്ളതാണ് ഈ കേസ്. അതല്ലാതെ ചെയ്ത ജോലിക്ക് പ്രതിഫലമായിട്ട് വാങ്ങുന്ന തുകയല്ല. മുഖ്യമന്ത്രിയിൽ നിന്നും സംരക്ഷണം കിട്ടുന്നു എന്നുള്ളതിൻ്റെ ഒരു പേരിലായിരിക്കാം ഒരുപക്ഷെ മകൾക്ക് ഇങ്ങനെ ഒരു മാസപ്പടി കിട്ടിയിട്ടുണ്ടാവുക. അങ്ങനെ ഈ വാർത്ത പുറത്തു വന്ന സമയം മുതൽ തന്നെ ഇപ്പോൾ കാലങ്ങളായി നമ്മളിത് കേട്ടുകൊണ്ടിരിക്കുകയാണ്. അതിനുള്ള ഒരു ഉത്തരത്തിനായിട്ടാണ് ഇപ്പോൾ കേരളം കാത്തിരിക്കുന്നത്. ആദായ നികുതി ഇൻട്രം സെറ്റിൽമെന്റ് ബോർഡ് തീർപ്പാക്കിയ കേസിലെ അന്വേഷണം അത് നിയമവിരുദ്ധമെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഇപ്പോൾ അവർ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. അതിലാണ് ഇന്ന് വിധി വരാൻ പോകുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളുടെ കമ്പനിയായിട്ടുള്ള എക്സാലോജിക്കിന് മാസപ്പടിയായി CMRL പണം നൽകിയെന്നാണ് ഇതിലൊക്കെ പറയുന്നത്. CMRLന് ഇങ്ങനെ വഴിവിട്ട സഹായം നൽകാൻ മുഖ്യമന്ത്രി ഇടപെട്ടു എന്ന് മാത്യു കൊഴുനാടൻ MLA അതോടൊപ്പം തന്നെ പരാതിക്കാരനായ ഷോൺ ജോർജ് ഒക്കെ തന്നെ വളരെ വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നാളുകളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇതിന് പിന്നാലെ ഈ വിഷയം വലിയ വിവാദത്തിന് കേരളത്തിൽ വഴിവെച്ചു. മുഖ്യമന്ത്രി സഭയിൽ പൊട്ടിത്തെറിക്കുന്ന സാഹചര്യം വരെ ഉണ്ടായി. പക്ഷേ മുഖ്യമന്ത്രി പറയുന്നതിനൊക്കെ നേർവിപരീതമായിട്ടാണ് സ്വന്തം കുടുംബത്തിൽ നിന്ന് അല്ലെങ്കിൽ മകളിൽ നിന്നും ഇങ്ങനെ ഒരു മാസപ്പടി വാങ്ങുന്ന കാര്യം ലോകം അറിഞ്ഞു തുടങ്ങിയത്. പണമിടപാട് അന്വേഷിക്കാൻ ജനുവരി 31 SFIO അന്വേഷണ സംഘം രൂപീകരിച്ചിരുന്നത്. പണമിടപാടിൽ രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ അന്വേഷണം പുരോഗമിക്കുന്നതിനിടെ തന്നെയായിരുന്നു SFIOയും അന്വേഷണം ആരംഭിച്ചത്. SFIOയുടെ ചരിത്രം തന്നെ അന്വേഷിച്ചാൽ നമുക്കറിയാം, അവർ വലിയ വലിയ കേസുകൾ ഏറ്റെടുത്തും അതിലെല്ലാം തന്നെ തീർപ്പ് കൽപ്പിച്ചു. എന്തിനേറെ പറയണം, 7 മുതൽ 9 വർഷം വരെയൊക്കെ ശിക്ഷ, വലിയ വലിയ ശിക്ഷകൾ നേടിക്കൊടുത്ത ചരിത്രം. സത്യം കമ്പ്യൂട്ടേഴ്സിൻ്റെ ഒക്കെ ചരിത്രം പരിശോധിച്ചാൽ തന്നെ അതെല്ലാം തന്നെ വളരെ വ്യക്തമായി SFIOയുടെ ആ ഒരു ദൗത്യം മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ എന്തെങ്കിലും തരത്തിൽ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ കുറ്റം ചെയ്തുവെന്ന് പല തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ കരുതി വച്ചിരിക്കുന്ന ഒരു കേസിൽ വീണ വിജയന്റെ പോക്ക് ഒരുപക്ഷെ ജയിലിലേക്കാകാം എന്നുവരെ ഇതിലൂടെ സംശയിക്കേണ്ടി വരുന്നു. എക്സാലോജിക് CMRL ഇടപാടുകളിൽ ക്രമക്കേടുകൾ നടന്നതായിട്ട് ROC തന്നെ വളരെ വ്യക്തമായി കണ്ടെത്തിയതാണ്. ഒരു സേവനവും നൽകാതെ എക്സാലോജിക്കിനെ CMRL വൻ തുക കൈമാറി എന്നായിരുന്നു ആ കണ്ടെത്തൽ. തുടർന്നാണ് അന്വേഷണം SFIOയ്ക്ക് വിട്ടത്. ഇപ്പോഴിതാ 8 മാസത്തിനകം അന്വേഷണം പൂർത്തിയാക്കാനായിരുന്നു നിർദ്ദേശമെങ്കിലും ഇപ്പോൾ
1 കൊല്ലത്തിനടുത്തേക്ക്, അതായത് 11 മാസത്തിനടുത്തേക്ക് കടക്കുകയാണ്. മാസപ്പടി കേസിൽ CMRനെതിരെ അന്വേഷണം തുടരാമെന്ന് ഡൽഹി ഹൈക്കോടതി നേരത്തെ തന്നെ ഉത്തരവിട്ടിരുന്നു. SFIOയ്ക്കാണ് കോടതി ആ ഒരു അനുമതി നൽകിയിരുന്നത്. എന്നാൽ അറസ്റ്റ് പോലെയുള്ള നടപടികളിലേക്ക് കടക്കരുതെന്നും കോടതി നിർദ്ദേശവും നൽകിയിരുന്നു. CMRന്റെ 3 ഡയറക്ടർമാർ ഉൾപ്പെടെ 8 പേർക്ക് SFIO നൽകിയ സമൻസ് സ്റ്റേ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നൽകിയ ഹർജിയും കോടതി പരിഗണിച്ചിരുന്നു. അങ്ങനെ എല്ലാം കൊണ്ടും എക്സാലോജിക് CMRL ഇടപാട് കേരളം മുഴുവൻ ഇങ്ങനെ സംശയനിഴലിൽ നോക്കുമ്പോൾ, മുഖ്യമന്ത്രി മകളെ പലപ്പോഴും ഇങ്ങനെ ന്യായീകരിച്ചുകൊണ്ട് ഇരിക്കുമ്പോൾ, ഇന്നത്തെ ഹൈക്കോടതി വിധി തീർച്ചയായിട്ടും ഡൽഹി ഹൈക്കോടതി വിധി വലിയ ആകാംക്ഷയോടെ അല്ലെങ്കിൽ പ്രതീക്ഷയോടെ കൂടിയാണ് ഇപ്പോൾ മലയാളികളെല്ലാം തന്നെ കാത്തിരിക്കുന്നത്. എല്ലാ ദിവസവും വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. Please subscribe our channel.